സദ്യക്ക് വിളമ്പുന്ന നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി കറുനാരങ്ങ ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനായി ആദ്യം പാൻ ചൂടാക്കുക. ചൂടായതിന് ശേഷം ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. നല്ലെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കടുക് പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂൺ ഉലുവയും 2 സ്പൂൺ കടുകും കൂടെ വറുത്ത് പൊടിച്ച പൊടിയാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം കശ്മീരി മുളക് പൊടി 2 സ്പൂണും അതേപോലെ എരിവിനാവശ്യമായി കുറച്ച് സാദാ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കണം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് മസാലയൊന്ന് ലൂസാക്കാൻ വേണ്ടി 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. നല്ല ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്, പെട്ടെന്ന് അച്ചാർ കേടായി പോകും. ഇനി ഇതിലേക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്കിതിലേക്ക് ചേർക്കാം. നാരങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റ് ചെറു തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഉപ്പും കൂടെ നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണ്. 1 മാസം വരയ്ക്കും നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അതേപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.